إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. قال النبي صلى الله عليه وآله وسلم: اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن، أو كما قال رسول الله صلى الله عليه وسلم: يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലെ വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, കാരുണ്യവാനായ രക്ഷിതാവ് ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവന്റെ ഭാഗത്തു നിന്നും അളവറ്റ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഈ സമ്മേളനത്തിന്റെ മേലും ഇതിനുവേണ്ടി അധ്വാനിച്ച, പരിശ്രമിച്ച, ഇതിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന, ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാരുടെ മേലും വർഷിക്കുമാറാകട്ടെ. പടച്ചവൻ ഈ ലോകത്തെ വലിയൊരു ലക്ഷ്യത്തിൽ പടയ്ക്കുകയുണ്ടായി. ആ ലക്ഷ്യമാണ് പടച്ചവനെ അറിയണം, ആരാധിക്കണം, അനുസരിക്കണം എന്നുള്ളത്. എന്നാൽ ഈ ലോകത്ത് ജനങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും എല്ലാ കാലഘട്ടത്തിലും ഇതിന് വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതുകൊണ്ട് ഒരിക്കലും സജ്ജനങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. നിരന്തരം നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കണം. ആ പരിശ്രമം തീർച്ചയായും ഫലപ്പെടുന്നതാണ്. ചുരുങ്ങിയ പക്ഷം ആ പരിശ്രമം നടത്തിയവർക്ക് അവരുടെ ത്യാഗങ്ങളും പരിശ്രമങ്ങളും വലിയ അനുഗ്രഹമായി മാറുന്നതാണ്. ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ സ്മരണ. പടച്ചവൻ ഈ ലോകത്ത് തന്നെ പ്രകാശിപ്പിക്കും. നാളെ പരലോകത്തിലാകട്ടെ അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു
അവന്റെ ഇഷ്ടദാസന്മാരെക്കുറിച്ച് വളരെ പ്രിയത്തിലും പ്രേമത്തിലും ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇപ്രകാരമാണ്. സൂറത്ത് യൂനുസിൽ പടച്ചവൻ പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم ألا إن أولياء الله എല്ലാവരും അറിയിൻ, മുഴുവൻ മനുഷ്യരും കേൾക്കിൻ, കണ്ണു തുറന്ന് കാണിൻ, മനസ്സു തുറന്ന് മനസ്സിലാക്കിൻ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ അല്പവും വ്യസനിക്കുന്നതല്ല. الذين آمنوا وكانوا يتقون, അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭയഭക്തിയോടെ നീങ്ങുകയും ചെയ്യുന്നവരാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സന്തോഷവാർത്തകളുണ്ട്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, പടച്ചവന്റെ വാഗ്ദാനങ്ങൾക്ക് യാതൊരു ഭേദഗതിയുമില്ല. ذلك هو الفوز العظيم, ഇത് തന്നെയാണ് വമ്പിച്ച വിജയം. ഈ ലോകത്ത് കഴിഞ്ഞു കടന്ന മഹാത്മാക്കളോട് ചോദിക്കിൻ, ഒരു ഭാഗത്ത് അവരുടെ ജീവിതം ഇതിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസത്തിന്റെയും ഭയഭക്തിയുടെയും ജീവിതമായിരുന്നു. മറുഭാഗത്ത് ഇവിടെ പറയപ്പെട്ടതുപോലെ അവർ നിർഭയമായും വ്യസനങ്ങളില്ലാതെയും സന്തോഷവാർത്തകൾ ഏറ്റുവാങ്ങിക്കൊണ്ടും ഈ ലോകത്തും ജീവിച്ചു. അവരുടെ പാരത്രിക അവസ്ഥയും തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. സൂറത്തുൽ മുഅ്മിനിൽ അല്ലാഹു പറയുന്നു, ഒരു സത്യവിശ്വാസിയുടെ സുന്ദരമായ പ്രഭാഷണങ്ങളും ഗദ്ഗതങ്ങളുമാണ് ഈ അദ്ധ്യായത്തിന്റെ ഉള്ളടക്കം. അത് വിവരിച്ചതിനു ശേഷം പടച്ചവൻ പറയുന്നു, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്, തീർച്ചയായും നാം സത്യദൂതന്മാരെയും സത്യവിശ്വാസം സ്വീകരിച്ച ഭയഭക്തന്മാരെയും ഈ ലോകത്തും സഹായിക്കുന്നതാണ്. സാക്ഷികളെല്ലാം നിൽക്കുന്ന മഹാദിനത്തിലും പരലോകത്തിലും സഹായിക്കുന്നതാണ്. സൂറത്ത് യൂനുസിൽ തന്നെ പടച്ചവൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു,
ثم ننجي رسلنا والذين آمنوا كذلك حقا علينا نصر المؤمنين حقا علينا ننجي المؤمنين. ഈ ലോകത്തുള്ള വ്യത്യസ്ത പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ആരും അസ്വസ്ഥമാകരുത്. അന്തിമ വിജയം സത്യത്തിന്റെ ദൂതന്മാർക്കും അതിന്റെ വക്താക്കൾക്കുമായിരിക്കും. തീർച്ചയായും പടച്ചവൻ ഇത്തരക്കാരെ എന്നും സംരക്ഷിക്കുന്നതാണ്, വിജയിപ്പിക്കുന്നതാണ്. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ പാരായണം ചെയ്തിരുന്ന സൂറത്തുൽ മുനാഫിഖൂനിലെ ഒരു വചനം ഇപ്രകാരമാണ്: വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. തീർച്ചയായും അല്ലാഹുവിനാണ് അന്തസ്, അവന്റെ ദൂതർക്കാണ് അന്തസ്, സത്യവിശ്വാസികൾക്കാണ് അന്തസ്. മറ്റൊരു വാക്കിൽ മഹാന്മാർ ഇതിന്റെ ആശയം ഇപ്രകാരം പറയുന്നു: വലില്ലാഹിൽ ഇസ്സതു, അന്തസ്സിന്റെ കേന്ദ്രം കാരുണ്യവാനായ പടച്ചവനാണ്. വലിറസൂലിഹി, ആ അന്തസ്സിന്റെ മാർഗം മഹാന്മാരായ നബിമാരാണ്. അവസാനമായി സയ്യിദുൽ കൗനൈനി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലിൽ മുഅ്മിനീൻ, ആ അന്തസ്സിന്റെ നീർച്ചാൽ സത്യവിശ്വാസികളിൽ വന്ന് സംഗമിക്കുന്നതാണ്, അവരിൽ എത്തിച്ചേരുന്നതാണ്. മഹാന്മാരായ സഹാബത്തിനോട് ചോദിക്കുന്നു, ആദരണീയ ഔലിയായിനോട് ചോദിക്കും, അവർ ഈ ലോകത്ത് വലിയ അന്തസ്സിലാണ് നടന്നിരുന്നത്. ശരിയാണ്, അവരുടെ കയ്യിൽ പണവും പണ്ടവും അധികാരവും സ്ഥാനമാനങ്ങളും വളരെ കുറവായിരുന്നു. പക്ഷേ അന്തസ് അവർക്ക് തന്നെയായിരുന്നു. വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽമുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചറിയാത്തവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയുന്നതല്ല, അവർക്ക് മനസ്സിലാകുന്നതല്ല. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഈ ലോകത്തുള്ള മഹാന്മാരെല്ലാവരും നൽകുന്ന ഒരു അടിസ്ഥാനപരമായ സന്ദേശം: നിങ്ങൾ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കിൻ, നിങ്ങൾക്ക് ഇരുലോകത്തും വിജയമാണ്, ശാന്തിയാണ്, സമാധാനമാണ്, അന്തസ്സാണ്, അഭിമാനമാണ്. അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ നല്ല ഗുണങ്ങൾ എന്തെല്ലാമാണ്? നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർ പറയുന്നു. നല്ല ഗുണങ്ങൾ എന്തെല്ലാമാണ്? ധാരാളം കാര്യങ്ങളാണ് സൽഗുണങ്ങളെങ്കിലും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട നിലയിൽ ആ കാര്യം പറയട്ടെ. മുഴുവൻ മഹാന്മാരും പറഞ്ഞു തരുന്നു, അടിസ്ഥാനപരമായ മഹൽ ഗുണങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, പടച്ചവനെ സ്നേഹിക്കും. 2, പ്രവാചകനെ സ്നേഹിക്കും. 3, പടപ്പുകളെ സ്നേഹിക്കും. മുഴുവൻ നബിമാരുടെയും മഹാത്മാക്കളുടെയും അടിസ്ഥാന സന്ദേശം ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, പടച്ചവനെ സ്നേഹിക്കും. നിന്നെ പടച്ച് പരിപാലിച്ച് ഇവിടം വരെയും എത്തിച്ച, നിന്റെ നാളുകളെ നിയന്ത്രിക്കുന്ന
നിന്റെ ചിരിയും കരച്ചിലും ഉയർച്ചയും താഴ്ചയും എല്ലാം കൈയാളുന്ന പടച്ചവനെ സ്നേഹിക്കുന്നു. وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى. വെറും ഒരു രേതസ്കണത്തിൽ നിന്നും പടച്ചവൻ സുമുഖനായ നിലയിൽ നിന്നെ പടച്ചു. 3 മറകൾക്കുള്ളിൽ വെച്ച് നിന്റെ ശരീരത്തെ മുഴുവനും സജ്ജീകരിച്ചു. എന്നിട്ട് അതിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. അതീവ ഗുരുതരമായ ഒരവസ്ഥയിലൂടെ നിന്നെ ഈ ഭൂമുഖത്തേക്ക് കൊണ്ടുവരികയുണ്ടായി. പിന്നീട് നിനക്ക് കുറെ ദുരിതത്തിന്റെയും പ്രശ്നത്തിന്റെയും നാളുകളായിരുന്നു. പടച്ചവന് സുരക്ഷിതമായി നിന്നെ മുന്നോട്ട് നീക്കി. ആരോഗ്യം നൽകി, യുവത്വം കനിഞ്ഞു. അറിയണം, ഇതേ പടച്ചവൻ ഒരു ദിവസം നിന്നെ മരിപ്പിക്കും. ആ മരണം ഒരിക്കലും നിന്റെ അന്ത്യമല്ല. പിന്നീട് പടച്ചവൻ വീണ്ടും എഴുന്നേൽപ്പിക്കും. وأن عليه النشأة الأخرى وأنه هو أغنى وأقنى. പടച്ചവൻ ഒരു ദിവസം നിന്നെ എഴുന്നേൽപ്പിക്കും. ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങൾക്കും കണക്ക് ചോദിക്കും. ആകയാൽ സഹോദരങ്ങളെ, ആ പടച്ചവനെ സ്നേഹിക്കുക. ആ സ്നേഹം മനസ്സിലുണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുക. ആ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ട സ്നേഹമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വചനം. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ആ പടച്ചവനെ ഞാൻ ആരാധിക്കുന്നതാണ്. തുടർന്ന് അത് പ്രവൃത്തിയിലൂടെ പ്രകടമാക്കി. ആദ്യം ശരീരം കൊണ്ട് അത് സമ്മതിക്കൻ 5 നേരത്തെ നമസ്കാരത്തിലൂടെ സ്നേഹത്തിന്റെ പ്രഥമ പ്രകടനമാണ്. നല്ല നിലയിൽ നമസ്കരിക്കൻ. രണ്ടാമതായി സമ്പത്തിലൂടെ പ്രകടിപ്പിക്കൻ. സകാത്ത് കൃത്യമായി കൊടുക്കൻ. 3 നോമ്പിലൂടെ പ്രകടിപ്പിക്കൻ. 4 ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായ ഹജ്ജിലൂടെ ആ സ്നേഹം പ്രകടിപ്പിക്കൻ. പടച്ചവനോടുള്ള സ്നേഹം. ആദ്യത്തെ കാര്യമാണ്, മുഴുവൻ മഹത്തുക്കളും പഠിപ്പിച്ച പ്രഥമ കാര്യമാണ് പടച്ചവനെ സ്നേഹിക്കൻ. രണ്ടാമതായി അവർ പഠിപ്പിച്ചു പ്രവാചകന്മാരെ, പ്രത്യേകിച്ചും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, തുടർന്ന് ആ പ്രവാചക ശിഷ്യന്മാരെ, പ്രവാചക കുടുംബത്തെ, മുഴുവൻ മഹാത്മാക്കളെയും സ്നേഹിക്കൻ. പടച്ചവൻ അന്തസ്സിന്റെ കേന്ദ്രമാണ്. പ്രവാചകനാണ് മാർഗം, വേറെ മാർഗമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബിയ്യീൻ അഷ്റഫുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം മനസ്സിന്റെ ഉള്ളിൽ നിന്നുമാകണം. മനസ്സിൽ അതിന് ഉറപ്പിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ വചനം മനസ്സിൽ ഉറപ്പിക്കണം. തുടർന്ന് ആ സ്നേഹം ജീവിതത്തിലൂടെ പ്രകടമാക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. വളരെ സരളമാണത്, അങ്ങേയറ്റം സമ്പൂർണമാണ്, അതിസുന്ദരവുമാണ്.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ. അതിന് പ്രവാചക ജീവിതം പഠിക്കണം, മനസ്സിലാക്കണം. നമുക്ക് ഒരു മഹത്തായ ജീവിത സരണി നമ്മുടെ മുമ്പിൽ വെട്ടിത്തെളിക്കപ്പെടുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെന്ന് കേട്ടാൽ സാധാരണ നമ്മൾ തൊപ്പിവെക്കുക, താടി വെക്കുക, പർദ്ദയണിയുക, തീർച്ചയായിട്ടും ഇതെല്ലാം സുന്നത്താണ്. പക്ഷേ പ്രവാചക സുന്നത്തെന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ജീവിതത്തിലുമുള്ള സുന്നത്താണ്. കുടുംബത്തോട് സുന്നത്തുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിനോട് സുന്നത്തുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ കാര്യങ്ങളോടും ഉന്നതമായ നടപടിക്രമങ്ങളുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ് നമുക്കിടയിൽ കുടുംബത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, മാർഗം മുഹമ്മദി സുന്നത്തുകളെ കുടുംബത്തിൽ നമ്മൾ നടപ്പിലാക്കി. ഒരു സഹോദരൻ, അദ്ദേഹം അവരുടെ ഭാര്യ ഭർത്തൃ ജീവിതം നല്ല നിലയിൽ പോകുന്നില്ല. എന്നാൽ അദ്ദേഹവും ഭാര്യയും ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തിരുന്നു. നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഇന്ന പണ്ഡിതനുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് മാത്രമേ നീങ്ങുകയുള്ളൂ എന്ന്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് സമുദായത്തിലെ ഓരോ വ്യക്തികളെയും ഉത്ബോധിപ്പിക്കുന്നു. ജമാഅത്ത് കമ്മിറ്റിയോട് അപേക്ഷിക്കുന്നു. ഓരോ വിവാഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളോട് ഉപദേശിക്കുന്നു. ഒന്ന്, നിങ്ങൾ വിവാഹത്തിന് മുമ്പ് വധുവിനും വരനും കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കൽ, അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ, വിരട്ടിയൊന്നും കളയേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കൽ. 2, അവരിരുവരെയും കൊണ്ട് സമ്മതിപ്പിക്കൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇത് പാലിക്കുന്നതാണെന്ന് സമ്മതിപ്പിക്കൻ. 3, ഒരു കാര്യം എഴുതി അവർ രണ്ടുപേരെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കൻ. ഞങ്ങൾ നല്ല നിലയിൽ ഈ കാര്യങ്ങൾ പാലിച്ച് കഴിയുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങളത് പരിഹരിക്കുന്നതാണ്. ഒരു നിലയ്ക്ക് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാതെ വന്നാൽ ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റിയെ, ഇന്ന പണ്ഡിത സഭയെ അല്ലെങ്കിൽ ഇന്ന പണ്ഡിതനെ സമീപിച്ച് മാത്രം ഞങ്ങൾ മുമ്പോട്ട് നീക്കുന്നതാണ്. എന്റെയും നിങ്ങളുടെയും വീടിന്റെ പ്രശ്നങ്ങൾ സഹോദരങ്ങളെ, 1, നമ്മൾ തന്നെ പരിഹരിക്കുക. 2, ഇത്തരം വേദികളിലൂടെ പരിഹരിക്കുക. ഇതല്ലാത്ത മൂന്നാമത്തെ മാർഗമില്ല കേട്ടോ. കൂട്ടുകാരോട് പറയുക, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സ്വന്തം മാതാവിനോടും പിതാവിനോടും പറയുക. പറ്റത്തില്ല, അപകടമാണ്. ഞാനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഒന്നെങ്കിലും മുറിയുടെ ഉള്ളിൽ വെച്ച് തീർക്കൽ. പറ്റുന്നില്ല. നമ്മൾ ഈ രീതിയിൽ പറയപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെടുന്നു. മാഷാ അല്ലാഹ്, സമുദായത്തിൽ ഒന്നാന്തരം വിദ്യാസമ്പന്നർ, ബുദ്ധിയും ബോധവുമുള്ളവർ ആവശ്യത്തിനുണ്ട്. അവരെ ഉപയോഗിക്കണമെന്ന് മാത്രം. ഓരോ മഹല്ലിലും മസ്ലഹത്ത് മഹ്കമത്ത് കമ്മിറ്റി എന്ന പേരിൽ, കമ്മിറ്റിയുടെ കീഴിൽ ബഹുമാനപ്പെട്ട ഇമാമിനെ, ഉസ്താദിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കൻ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവരിലേക്ക് അയക്കൻ. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സഹോദരൻ പറഞ്ഞു, ഇതുപോലെ ഞാനും ഭാര്യയും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. വല്ല പ്രശ്നങ്ങളും വന്നാൽ താങ്കളോട് ചോദിച്ച് മുമ്പോട്ട് നീങ്ങാമെന്ന്. അദ്ദേഹം ചോദിച്ചു, എന്താ പ്രശ്നം? നമ്മളെ എല്ലാവരെയും വീഴ്ത്തുന്ന ഒരു വല്ലാത്ത വാചകമുണ്ട്. സമുദായവും പഠിച്ചു കഴിഞ്ഞു കളി. ഉസ്താദെ, അവൾ നിസ്കരിക്കുന്നില്ല. ഞങ്ങളെപ്പോലെ പെട്ടെന്ന് വീണു പോകും. ഉടനെ വടിയെടുത്തതിന് പഠിച്ചോളാൻ പറയും. പക്ഷെ ആ പണ്ഡിതൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു,
നമസ്കരിക്കാത്തതിന് കാരണം താങ്കളാണെങ്കിലോ? ആര് പറഞ്ഞു? ദിവസവും ഞാൻ നിസ്കാരത്തെ പറ്റി പറയലാണ്, വഅളാണ്, നസീഹത്താണ്, വാട്സപ്പ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, പ്രസംഗം, വഅള് എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ നിസ്കരിക്കുന്നില്ല. സഹോദര, ഉപദേശിക്കേണ്ടതുപോലെ ഉപദേശിക്കണം. നിങ്ങൾ വീട്ടിൽ കടക്കുമ്പോഴുള്ള നബവി സുന്നത്തുകൾ പാലിക്കുന്നുണ്ടോ? വീട്ടിൽ സുന്നത്തോ? അതെ, 5 സുന്നത്തുണ്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ. 1, സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണം. 2, പുഞ്ചിരിച്ചുകൊണ്ട് പ്രവേശിക്കണം. 3, ബിസ്മില്ലാഹി പറഞ്ഞ് പ്രവേശിക്കണം. 4, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. 2, പരസ്പരം ആദരിച്ചുകൊണ്ട് സംസാരിക്കണം, പെരുമാറണം, പ്രവർത്തിക്കണം. സുന്നത്താണ് സഹോദരങ്ങളെ. സുന്നത്തിന് നമ്മൾ സുന്നത്തല്ലേ എന്ന് പറയും. ഇതിൽ ഒരു സുന്നത്തിന്റെ മാത്രം ഗൗരവം മനസ്സിലാക്കാൻ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും വീട്ടിൽ കടക്കുമ്പോൾ ബിസ്മില്ലാഹി പറയുകയാണെങ്കിൽ അവന്റെ കൂട്ടത്തിൽ കൂടിയ പിശാചുക്കളോട് ആ പിശാചിന്റെ തലവൻ പറയുന്നതാണ്, ഇന്നിവിടെ താമസിക്കാൻ സൗകര്യമില്ല, വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചുകൊള്ളിൻ. തിരിച്ച് കേൾക്കിൻ, ആരെങ്കിലും വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി പറഞ്ഞില്ല എങ്കിൽ അവന്റെ കൂട്ടത്തിലുള്ള പിശാചുക്കളോട് നേതാവ് പറയുന്നതാണ്, നമുക്കിന്ന് താമസിക്കാൻ ഒന്നാന്തര സൗകര്യം കിട്ടിയിരിക്കുന്നു. ബിസ്മില്ലാ മൻസിലിൽ, ഫാത്തിമ മൻസിലിൽ, ഹാജി മൻസിലിൽ ഇന്ന് നമുക്കെല്ലാവർക്കും കടക്കാം. നല്ല പേര് വീടിന് വെച്ചുകൊള്ളിൻ. പേരിന്റെ പ്രവർത്തനങ്ങളും കൂടി ഉണ്ടാക്കുന്ന സഹോദരങ്ങളെ. നിബിധങ്ങൾ വീണ്ടും പറഞ്ഞു, സ്വകാര്യ മുറിയിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി പറഞ്ഞില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിശാചുമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അടിമ, നല്ല മനസ്സാക്ഷിയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ, തങ്ങളെ ഞാനിത് പാലിക്കാറില്ല, 2 മാസം പോയി പാലിച്ചിട്ട് എന്നോട് വിശേഷം വന്ന് പറയും. അദ്ദേഹം വീട്ടിൽ പോയി. അദ്ദേഹം ഒരു സംശയം കൂടി ചോദിച്ചു, ഇന്ന് വരെയും പാലിക്കാത്തതിന്റെ പേരിൽ ചിലപ്പോൾ എന്നെപ്പറ്റി സംശയിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, സംശയിച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന് പറയും. അദ്ദേഹം വീട്ടിലേക്ക് പോയി ആദ്യം മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു. ഇന്നത്തെ ഒരു സുന്നത്തല്ല, ഫർളാണ്. വീട്ടിൽ കയറുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം. ആ സമയത്ത് മൊബൈൽ അടിക്കും. 2 സമയത്ത് മൊബൈൽ നിർബന്ധമായിട്ടും അടിക്കും. ഒന്ന്, വീട്ടിൽ കയറുന്ന സമയത്ത് ഭാര്യയുടെ കൂട്ടത്തിൽ സംസാരിക്കാനിരിക്കുമ്പോൾ കടകട അടിച്ചുകൊണ്ടിരിക്കും. 2, മയ്യിത്ത് നിസ്കാരത്തിനിടയിൽ അടിച്ചുകൊണ്ടിരിക്കും. വേറെ ഒരു സമയത്ത് അടിക്കാറില്ല. നോക്കി കിബിലയാക്കി വെച്ചുകൊണ്ടിരിക്കും. പടച്ചവനെ ആരെങ്കിലും വിളിക്കുന്നുണ്ട്, അടിക്കത്തില്ല. ഈ 2 സമയത്ത് അടിക്കാറുണ്ട്. ഒരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത റഹ്മാനെ ഒന്നാന്തര പാട്ടും കേട്ട് അവസാനം വരെ നിസ്കരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആദ്യം മൊബൈൽ ഓഫാക്കണം അദ്ദേഹം. എന്നിട്ട് സലാം പറഞ്ഞു. ഭാര്യ പ്രതികരിച്ചു, ഒരിക്കലുമില്ലാത്ത സലാം ഇല്ല, തങ്ങൾ പറഞ്ഞതാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നമുക്കിന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. വേണ്ട, നിങ്ങൾ ഇന്ന് വരെയും എന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ടില്ല, തങ്ങൾ പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ഇടയ്ക്ക് ഭാര്യയെ ബഹുമാനിച്ചു. അവരുടെ പ്ലേറ്റിൽ ആഹാരം ഇട്ടുകൊടുത്തു. സഹോദരങ്ങളെ, നടന്ന സംഭവമാണ്. സ്ത്രീ ചാടി എഴുന്നേറ്റു, നേരെ പോയി ഒളു ചെയ്ത് നമസ്കരിച്ച് കരഞ്ഞു ദുആ ചെയ്തു, അല്ലാഹുവേ, നീയും നിന്റെ റസൂലും ഞങ്ങളോട് ഇത്ര കരുണയുള്ളവരാണെങ്കിൽ ഞങ്ങൾ നിനക്ക് നമസ്കരിക്കാതിരിക്കുന്നത് എത്ര വലിയ കുറ്റമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിബിധങ്ങളെ പറ്റി പഠിക്കിൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് സംസാരിക്കും, ശ്രദ്ധിച്ച് കേൾക്കിൻ. പേപ്പറും പേനയും കൊണ്ടുവരിൻ, എഴുതിയെടുക്കിൻ, മൊബൈൽ കൊണ്ട് റെക്കോർഡ് ചെയ്യൻ. എന്നിട്ട് നമ്മൾ കൂടെ കേട്ടുകൊണ്ടിരുന്ന് ജീവിതത്തെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമത്തിനനുസരിച്ചാക്കിൻ. എന്റെ സ്വന്തം കുറ്റബോധമാണ്. ഡോക്ടർ ചില നിർദ്ദേശങ്ങൾ നൽകും. ഇയാള് രാവിലെ എഴുന്നേറ്റ് മധുരമുള്ള ചായ കുടിക്കരുത്,
രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം നടക്കണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എത്ര വിശ്വാസത്തോടെ കേൾക്കുന്നു, പാലിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിക്കുന്നില്ലല്ലോ. വലന്തു സുന്നതമൻ അഹ്യല്ലലാമ ഇലാ അനിസ്തഖത ഖദമാഹു ദുർറ മിൻ വറമി ചല്ലിൻ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരുടെ രണ്ടാമത്തെ സന്ദേശം പ്രവാചകനെ സ്നേഹിക്കൻ. മുഴുവൻ നബിമാരെയും മുഴുവൻ മഹാത്മാക്കളെയും വിശിഷ്യ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൻ, ആ സ്നേഹം പ്രകടിപ്പിക്കൻ. മുഴുവൻ മഹാന്മാരുടെയും വാമൊഴിയായും കർമ്മത്തിലൂടെയുമുള്ള മൂന്നാമത്തെ സന്ദേശം, നിങ്ങൾ പടച്ചവന്റെ മുഴുവൻ പടപ്പുകളെയും സ്നേഹിക്കൻ. മനുഷ്യൻ, മൃഗങ്ങൾ, വസ്തുവകകൾ എല്ലാത്തിനെയും സ്നേഹിക്കൻ. പക്ഷെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യനെ സ്നേഹിക്കലായതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി പ്രവാചകന്മാർ, പ്രത്യേകം മഹാന്മാർ വിശിഷ്ടമായി ഉണർത്തുന്നു. മനുഷ്യൻ പടച്ചവന്റെ പടപ്പാണ്, നമ്മളുടെ സഹോദരങ്ങളാണ്, പ്രവാചകന്റെ സമുദായമാണ്. 3 ബന്ധമാണ് ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. മുസ്ലിം, അമുസ്ലിം, മതമുള്ളവൻ, മതമില്ലാത്തവൻ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, സംഘടനക്കാർ, മുഴുവൻ ആളുകൾക്കുമിടയിലും വളരെ ശക്തമായ 3 ബന്ധമുണ്ട്. ഒന്നാമത്തെ ബന്ധം, പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, ഹൈന്ദവ സഹോദര, നാം എല്ലാവരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. മാതാപിതാക്കൾ 2 തരത്തിൽ. ഒന്ന്, ആദിപിതാവായ ആദം അലൈഹിസ്സലാം. 2, കേരളീയ ഭാരതീയ സാഹചര്യത്തിൽ ഒരു 10 തലമുറ അപ്പുറത്ത് പോയാൽ നെടുമങ്ങാടുകാരെല്ലാവരുടെയും തന്ത ഒരാൾ തന്നെയാണ്. ഇവിടെ ആരും വിദേശത്തുനിന്ന് വന്നവരില്ല. 2 ആളുകൾ വിദേശത്തുനിന്ന് വന്നവരുണ്ട്. ഒന്ന്, സാദാത്തുകൾ, തങ്ങന്മാര്, സയ്യിദന്മാർ. 2, ആര്യവംശത്തിലെ നല്ല ശുദ്ധിയുള്ള ബ്രാഹ്മണന്മാർ. ഈ 2 കൂട്ടരൊഴിച്ച് വേറെ മുഴുവൻ ആളുകളും ഭാരതീയർ തന്നെയാണ്. ഇവിടെ കുറെ ആളുകൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്, അവർ ഇന്ത്യക്കാരല്ല, ഇവർ ഇന്ത്യക്കാരാണ്. ഒന്നുമില്ല. ഏതാനും തലമുറയൊന്ന് നമ്മൾ മുമ്പോട്ട് സഞ്ചരിച്ചു നോക്കിൻ, ഇവിടെയുള്ള മുഴുവൻ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും മാതാവും പിതാവും ഒരാളായിരിക്കും. ആകയാൽ ഒന്നാമത്തെ ബന്ധമാണ്, നാം എല്ലാവരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. രണ്ടാമത്തെ ബന്ധം, നാം എല്ലാവരും ഒരു പടച്ചവന്റെ അടിമകളാണ്. ഈശ്വരന്റെ, പടച്ചവന്റെ അടിമകളാണ് മുഴുവൻ മനുഷ്യരും. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി എല്ലാവരും പടച്ചവന്റെ അടിമകളാണ്. എന്നല്ല, പടച്ചവനെ അംഗീകരിക്കാത്ത ആളുകളും അവരും പടച്ചവന്റെ അടിമകളാണ്. ഞാൻ എന്റെ അച്ഛനെ നോക്കിയിട്ട് ഇയാളെന്റെ അച്ഛനല്ലെന്ന് പറയുന്നു. എവിടെ അച്ഛനാകാതിരിക്കും? അതുകൊണ്ട് രണ്ടാമത്തെ നമുക്കിടയിലുള്ള ബന്ധം, നാം എല്ലാവരും ഒരു സ്രഷ്ടാവിന്റെ സൃഷ്ടികളാണ്, അടിമകളാണ്. മൂന്നാമത്തെ ബന്ധം മുസ്ലിമീങ്ങൾ കുറച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളാണ്. അതിൽ കുറെ ആളുകൾ നബിതങ്ങളെ പ്രവാചകനായി അംഗീകരിക്കുന്നു, കുറെ ആളുകൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യരുടെയും നായകനാണ്, വഴികാട്ടിയാണ്, പടച്ചവന്റെ ഭാഗത്ത് നിന്നുമുള്ള ദൂതനാണ്.
നമുക്കിടയിലുള്ള 3 ബന്ധമാണ്. ഈ ബന്ധം നന്നായിട്ട് മനസ്സിലാക്കണം. എന്നോട് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ തിമിരം കടന്നുകൂടിയ മതത്തിന്റെ പേക്കൂത്തുകൾ നടത്തുന്ന ആളുകളും മാപ്പാക്കണം. ഇന്ന് ലോകത്തിനുണ്ടായ അപജയം എന്താണെന്നറിയാമോ? മഹാന്മാരുടെ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചതാണ്. മഹാന്മാര് മുഴുവനും പഠിപ്പിച്ചത് നമുക്കിടയിൽ എന്തെല്ലാം ഭിന്നതകളുണ്ടെങ്കിലും നമുക്കിടയിൽ ഈ 3 വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആലപ്പുഴക്കാരൻ, നിങ്ങൾ നെടുമങ്ങാടുകാരൻ. എന്റെ ശരീരം ഇങ്ങനെ, നിങ്ങളുടെ ശരീരം അങ്ങനെ, എന്റെ വേഷം ഇങ്ങനെ, നിങ്ങളുടെ വേഷം അങ്ങനെ. നമുക്കിടയിൽ കുറെ ഭിന്നതകളെല്ലാം ഉണ്ടെങ്കിലും നമുക്കിടയിൽ ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്ത 3 ബന്ധങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സഹോദരങ്ങളായി കഴിയണം. മുഴുവൻ മഹാന്മാരും പഠിപ്പിച്ചു. ആധുനിക ലോകം തിരിച്ചു പഠിപ്പിക്കുന്നു. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. നമുക്കിടയിൽ എന്തെല്ലാം ബന്ധമുണ്ടെങ്കിലും, ഒരു മസ്ജിദിൽ നിസ്കരിക്കുന്നവരാണെങ്കിലും, ഒരു ഖബർസ്ഥാനിൽ കിടക്കേണ്ടവരാണെങ്കിലും, ഒരു വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും, പടച്ചവനെ എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇത്. ലോകം എവിടെ പോയി അവസാനിക്കും? ഒരു നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും, ഒരു വീട്ടിൽ കഴിയുന്നവരാണെങ്കിലും, ഒരു പ്രദേശത്ത് വസിക്കുന്നവരാണെങ്കിലും നമുക്കിടയിൽ ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നിന്ന അകൽച്ചകളുണ്ട്. നമ്മുടെയൊക്കെ രക്ഷിതാവ് പടച്ചവൻ തന്നെയാണ്. നമ്മളെല്ലാവരുടെയും പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണ്. നമ്മളെല്ലാവരുടെയും പിതാവ് ഇന്നയാളാണ്. പക്ഷേ എനിക്കും നിനക്കുമിടയിൽ ഇന്നിന്ന ഭിന്നതയുണ്ട്. ഇന്ന് ലോകത്തിന്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ്. അതുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു, ആദ്യം ബന്ധത്തെ ഉയർത്തിക്കാട്ടിൻ. അല്ലയോ മുഴുവൻ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഏക പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ്. നിങ്ങളെല്ലാവരും പടച്ചവന്റെ അടിമകളാണ്. നിങ്ങളെല്ലാവരും പ്രവാചകന്റെ പ്രബോധിത സമുദായമാണ്, ജനങ്ങളാണ്. അതിനുശേഷം രണ്ടാമത് പറയുന്നു, ഈ ബന്ധം ഇനി നമ്മൾ പ്രകടിപ്പിക്കും. ഇതിലൂടെ സ്നേഹമുണ്ടായിത്തീരും, തീർച്ചയായിട്ടും ഉണ്ടായിത്തീരും. ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിൻ, ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ഇവരെല്ലാവരും എന്റെ സഹോദരങ്ങൾ. മനസ്സിൽ ഒരു പ്രത്യേക വികാരത്തിന്റെ വേലിയേറ്റം ഉണ്ടാകും. തിരിച്ചൊന്ന് വെച്ച് നോക്കി, നമ്മളെല്ലാവരും കേരളീയരാണ്. കേരള എക്സ്പ്രസിൽ ഇരിക്കുന്നവരാണെങ്കിലും അതങ്ങനെ ഇതിങ്ങനെ മനസ്സിൽ വല്ലാത്ത പൈശാചിക ക്രോധം നിറയും. അതുകൊണ്ട് ആദ്യമായി ഈ ഒരു വിചാരം നമ്മൾ ലോകത്തെ പ്രചരിപ്പിക്കും. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാവരുടെയും മാതാവും പിതാവും ഒന്നാണ്. നിങ്ങൾ പല നാട്ടുകാരും വീട്ടുകാരും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞ് സഹകരിച്ച് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ്. പേരും ഊരുമെല്ലാം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, സഹകരിക്കാൻ വേണ്ടിയാണ്. മദ്ഹബ് നഹി സിഖാത്ത ആപസ് മേ ബൈർ റഖ്ന, ഹിന്ദി ഹൈ ഹം വതൻ ഹിന്ദുസ്ഥാൻ ഹമാരാ. ഇന്ത്യയുടെ പൂങ്കുയിൽ അല്ലാമ ഇഖ്ബാൽ ഇസ്ലാമിന്റെ സന്ദേശം, സനാതന ധർമ്മത്തിന്റെ ദർശനം, ഈ ഭാരതത്തിന്റെ മണ്ണിന്റെ ഉപ്പ് അദ്ദേഹം വ്യക്തമാക്കുന്നു. മദ്ഹബ് നഹി സിഖാത്ത, മതം ഒരിക്കലും പഠിപ്പിക്കുന്നതല്ല, മതമാണെങ്കിൽ പഠിപ്പിക്കില്ല. ആപസ് മേ ബൈർ റഖ്ന, പരസ്പരം വിരോധത്തിൽ കഴിയൽ. ഹിന്ദി ഹേ ഹം വതൻ ഹിന്ദുസ്ഥാൻ ഹമാരാ, നാം എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മുടെ നാട് ഇന്ത്യ മഹാരാജ്യമാണ്. നാം എല്ലാവരും ഒരേ നാട്ടുകാരാണ്. ഈ നാട് എവിടെ എത്തിച്ചേരും പടച്ചവനെ? ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാരസ്പര്യത്തിൽ കഴിഞ്ഞാൽ
ഒന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഇവിടെ ആർക്കും ആരെയും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. വെറുതെ വിടുവായിത്തരം പറയുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഹിന്ദുക്കളെയോ ഹിന്ദുക്കൾക്ക് മുസ്ലിമീങ്ങളെയോ, എന്നോട് ക്ഷമിക്കണം, കേരളത്തിന്റെ അവസ്ഥയിൽ പറയുകയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരെയോ RSSകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെയോ മുസ്ലിം ലീഗുകാർക്ക് വേറെ എന്തെങ്കിലും സാധനത്തിനെയോ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. വെറുതെ പറയുന്ന ഇവിടെ മൗലാന മുഹമ്മദ് അലി ജൗഹർ, സ്വാതന്ത്ര്യസമര സേനാനി, കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിൽ ഒരു ഉജ്ജ്വല പ്രഭാഷണം കാഴ്ചവെച്ചു. അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. മുസ്ലിമീങ്ങളിൽ ആർക്കെങ്കിലും ഇവിടെയുള്ള ഹിന്ദുക്കളെ ഇല്ലാതാക്കാമെന്ന് ചിന്തയുണ്ടെങ്കിൽ അത് തൽക്കാലം അവർ പോക്കറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കശ്മീർ മുതൽ കന്യാകുമാരി വരെയും നിങ്ങൾ ഒറ്റയ്ക്ക് വർഷങ്ങളോളം 800 വർഷത്തോളം നിങ്ങൾ ഭരിച്ചിരുന്നു. അന്ന് നിങ്ങൾക്ക് നടക്കാത്ത കാര്യം ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷമായി, അതിന്റെ കൂട്ടത്തിൽ അവകാശങ്ങളെല്ലാം ധ്വംസിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ട് നടക്കില്ല. വെറുതെ പറയുന്നതാ, ഞങ്ങൾ കാണിച്ചു തരാം, വെറുതെ പറയുന്നതാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇവിടെയുള്ള ഹൈന്ദവർക്ക് മുസ്ലിംകളെ അങ്ങ് ഊതി തെറിപ്പിക്കാമെന്ന് വിചാരമുണ്ടെങ്കിൽ അവരും അത് പോക്കറ്റിൽ മടക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ത്യ രാജ്യത്തേക്ക് കേരളത്തിലൂടെയും സിന്ധിലൂടെയും ഇസ്ലാമിക പ്രബോധകന്മാർ കടന്നു വന്നപ്പോൾ അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അന്ന് നിങ്ങൾക്ക് ഇവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ കോടിക്കണക്കായതിനു ശേഷം ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ പറയുകയാണോ? വെറുതെ പറയുന്നതാണെന്ന് ഇത്. ഇവിടെ കുറെ ആളുകൾക്ക് ജനങ്ങളുടെ ചോര ഒഴുക്കണം, അതിന് മുകളിലൂടെ സ്വാർത്ഥതയുടെ കപ്പൽ ഓടിക്കണം, അതിനുവേണ്ടി ജനങ്ങളെ തല്ലിക്കണം. ആരെയും പക്ഷം പിടിച്ചുകൊണ്ടല്ല പറയുന്നത്, എല്ലാവരോടും വിമർശനമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്ന്, നമ്മൾ പരസ്പരം ബന്ധം മനസ്സിലാക്കി നമ്മൾ ഇവിടെ തന്നെയാണ് കഴിയേണ്ടത്. ഹൈന്ദവ നേതാക്കന്മാരോട് ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ അധ്യക്ഷൻ അദ്ദേഹം നടത്തിയ ഡയലോഗിൽ വളരെ വ്യക്തമായിട്ടൊരു കവിത അവസാനം ഉദ്ധരിച്ചു. ഒരു കവിത ഉദ്ധരിച്ചു. നിങ്ങളാരും പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്. നെടുമങ്ങാട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ ആലപ്പുഴയിൽ ജനിച്ച സമയത്ത്, ആലപ്പുഴ അവിടെ ബീച്ച് ഹോസ്പിറ്റലിലാണ് ഈ പാപി ജനിക്കുന്നത്. അന്ന് ഇവിടെ ആരോടും അനുവാദം ചോദിച്ച് ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലേ ഞാൻ വന്നത്. പടച്ചവൻ എന്നെ തള്ളിയും ഇടുകയുണ്ടായി. അതുകൊണ്ട് ആരെങ്കിലും പറയുന്നതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമെന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കുന്നു, ഈ രാജ്യത്തെ ചില ആളുകളെ കളി തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മളുടെ സ്നേഹത്തിന്റെ മൂലങ്ങൾ ഈ 3 കാര്യങ്ങളാണ്. 2, ഈ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അള്ളാഹു അദ്ദേഹത്തിനും കൂട്ടുകാർക്കും ആഫിയത്തും ഹിമ്മത്തും റാഹത്തും ബർക്കത്തും നൽകുമാറാകട്ടെ, ഒരു വാചകം പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആ വാചകത്തെ ശരിക്കും മുതലെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞങ്ങളിതൊരു പരിപാടി, ഒരു പ്രോഗ്രാമായിട്ട് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ഒരു നിരന്തര പ്രവർത്തനമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, ഏറ്റെടുക്കാമോ? ഇൻഷാ അല്ലാഹ് കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട പട്ടണത്തിൽ നിങ്ങൾ സ്നേഹത്തിന്റെ പുഷ്പങ്ങൾ വിടരുന്നത് നേരിട്ട് നിങ്ങൾ കാണും. ഒന്നുകിൽ മരിക്കുന്നതിന് മുമ്പ് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഖബറിന് മുകളിൽ ആ പുഷ്പങ്ങൾ വിടർന്ന് അത് പരിമളം പരത്തിയിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല. അന്ധതയുടെയും അനാചാരത്തിന്റെയും അക്രമങ്ങളുടെയും പ്രബോധനങ്ങളാണ് ഈ ലോകത്ത് അസ്തമിച്ചു പോകുന്നത്. ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും സംഗീതങ്ങൾ പ്രപഞ്ചം ഏറ്റെടുക്കും. ആർക്കും ഇല്ലാതാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വിഷയം, നമ്മളിത് പ്രകടിപ്പിക്കണം. എന്താണ് പ്രകടനം? വളരെ വേഗതയിൽ പറയുന്നു. ഈ സ്നേഹത്തിന്റെ പ്രകടനം 5 രീതിയിലാണെന്ന് ഈ മഹാന്മാർ പഠിപ്പിക്കുന്നു, വാമൊഴിയായിട്ടും അവരുടെ ജീവനത്തിലൂടെയും. ഒന്നാമത്തെ സ്നേഹത്തിന്റെ പ്രകടനം, ജാതി മത വ്യത്യാസമില്ലാതെ നമ്മൾ ആരെയും അന്യായമായി ഉപദ്രവിക്കരുത്. ആദ്യത്തെ ഉപകാരമാണ്, ആദ്യത്തെ സ്നേഹത്തിന്റെ പ്രകടനമാണ്.
അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി ഖാല റസൂലുള്ളാഹ് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, യഥാർത്ഥ ധർമ്മനിഷ്ഠയുള്ളവൻ, പടച്ചവന് പൊരുത്തമുള്ള വ്യക്തി ആരാണെന്നറിയാമോ? അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മുഴുവൻ മനുഷ്യരും രക്ഷപ്രാപിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു ഭയമുണ്ടാകാൻ പാടില്ല. ഹിന്ദുവിന് മുസ്ലിമിന് ആർക്കും. നമ്മുടെ നാട് അങ്ങനെയാണ് സഞ്ചരിച്ച് ഇവിടം വരെയും എത്തിയത്. ഉസ്താദ് പൊയ്ക്കോ, നിങ്ങളെ വീടിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ചായൻ പൊയ്ക്കോ, ഈ പറമ്പ് മുഴുവൻ ഞാൻ കറങ്ങി നോക്കിക്കോളും. എന്റെ കുടുംബത്തെ ഞാനൊരു മുസ്ലിം കുടുംബത്തിന്റെ അരികിലാണ് കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അല്പം പോലും പേടിയില്ല. ഈ രാജ്യത്തിന്റെ ശബ്ദമായിരുന്നു, വിദേശങ്ങളിൽ മുഴങ്ങിയിരുന്ന ശബ്ദമാണ്. ഇന്നുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. പടച്ചവനാണ് സത്യം, അവർ യഥാർത്ഥ വിശ്വാസിയല്ല, വിശ്വാസിയല്ല, വിശ്വാസിയല്ല. ആരാണ് തങ്ങളെ? ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മല്ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. ആരുടെ അയൽവാസിയാണോ അവന്റെ ശല്യങ്ങളെ തൊട്ടും നിർഭയനാകാത്തത്, അവൻ യഥാർത്ഥ വിശ്വാസിയല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിച്ചു കഴിയുക ഹൈന്ദവ സഹോദരൻ. എപ്പോഴാണോ ഹാജിയാർ തുമ്മുന്നത് പേടിച്ചു കഴിയുക. പേടിച്ചു കഴിയുകയാണ് ക്രൈസ്തവ സഹോദരൻ. എപ്പോഴാണോ സ്വാമി ചുമയ്ക്കുന്നത് പേടിച്ചു കഴിയുകയാണ് മുസ്ലിം സഹോദരൻ. എപ്പോഴാണോ അച്ചായനെ ഇളകുന്നത് പേടിച്ചു കഴിയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ധർമ്മവുമായി ശരിയായ ബന്ധമില്ല ഇവന്. ആദ്യത്തെ സ്നേഹത്തിന്റെ പ്രകടനം, സമുദായം തീരുമാനമെടുക്കണം, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ഞാൻ ആരെയും അന്യായമായി ദ്രോഹിക്കില്ല. രണ്ടാമത്തെ സ്നേഹത്തിന്റെ പ്രകടനം, പടച്ചവനിത് പ്രസംഗമാക്കാതെ ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സഹോദരന് ഒരു പരിപാടിയെ പറ്റിയുള്ള അറിയിപ്പ് കൊടുത്തു. അദ്ദേഹം എനിക്ക് മറുപടി അയച്ചു, എന്റെ നെഞ്ചിൽ കൊണ്ടുപോവാൻ മറുപടി. പൊന്നുസ്താദെ, പ്രസംഗങ്ങളും എഴുത്തുകളും പരിപാടികളുമെല്ലാം വളരെ നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഫലമില്ലെങ്കിൽ തീർത്തും നഷ്ടവുമാണ്. അതുകൊണ്ട് നമ്മൾ കുറിച്ചെടുക്കൽ, ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. രണ്ടാമത്തെ സ്നേഹത്തിന്റെ പ്രകടനം, മനസ്സുകൊണ്ട് മുഴുവൻ ആളുകളെയും സ്നേഹിച്ച് ശീലിക്കും. 5 പൈസ പോലും ചെലവില്ല, മനസ്സുകൊണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വരുന്നു, മസ്ജിദിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നു, ഒരു മുഹമ്മദി മനസ്സുണ്ടാക്കിയെടുക്കൽ. പടച്ചവനെ, ദാ ഇത് എന്റെ സഹോദരൻ, ഇത് നിന്റെ അടിമ, ഇത് നിന്റെ ഹബീബിന്റെ അനുയായി. ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കൽ എന്ത് രസമായിരിക്കുമെന്നറിയാമോ? വലിയ ഗുണം കിട്ടും. ആരും ഇത് നിസ്സാരത വിചാരിക്കും, വലിയ ഗുണം കിട്ടും. മറ്റുള്ളവരെ പറ്റി നല്ല ഭാവന, നല്ല ആഗ്രഹം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന ഒരു നന്മയോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ അവൻ ആ നന്മ ചെയ്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മനസ്സിലാഗ്രഹം വേറെ ഒന്നുമില്ല, 5 പൈസ പോലും ഞാൻ ഇവിടുത്തെ ഈ കെട്ടിടത്തിന് നിർമ്മാണത്തിന് കൊടുക്കുന്നില്ല. എങ്കിലും ഒരു മനസ്സിന് നല്ല ആഗ്രഹം, പടച്ചവനെ നീ ഇവർക്ക് നല്ല തൗഫീഖ് കൊടുക്കുക, കാര്യം എളുപ്പമാകട്ടെ, ഖൈറിലാകട്ടെ. നമുക്ക് അല്ലാഹു തആല കൂലി തരും സഹോദരങ്ങളെ. സ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രകടനം, നമ്മൾ നാവുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. ആ പ്രകടനത്തിന്റെ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണർത്തിയത്, സലാം പറയുന്നു. മുഴുവൻ മനുഷ്യരോട് നല്ല വാചകം പറയുന്നു,
നാവ് കൊണ്ട് പറയുന്നതാണ് നല്ല വാചകം. പടച്ചവൻ നിങ്ങളുടെ രോഗം മാറ്റട്ടെ, പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ ഔലിയാക്കൾ പണത്തിന്റെ ചാക്കുകളൊന്നും ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, നല്ല സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇവരെ സ്നേഹിക്കുന്നത്. മഹാനായ സയ്യിദുന അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്റെ തൊണ്ടയിലേക്ക് ഞാൻ ആഹാരം വെക്കുമ്പോൾ ആഹാരം ഇറങ്ങുന്നില്ല. ഈ ലോകത്ത് വിശന്ന് കഴിയുന്നവരുടെ വിഷമം എന്റെ തൊണ്ടയെ പിടിച്ച് അമർത്തുന്നു എന്ന് മഹാനവറുകൾ. വലിയ സ്നേഹമായിരുന്നു ജനങ്ങളോട്. നല്ല വാചകം പറയും. നമ്മൾ ഈ രാജ്യത്ത് വർഗീയത കൊടികുത്തി വാഴുന്ന ഒരു കേന്ദ്ര സ്ഥലത്ത് അവിടത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ തൊപ്പിയും താടിയും വെച്ച മുസ്ലിയാക്കന്മാർ കറങ്ങി നടപ്പുണ്ട് വെള്ളിയാഴ്ചകളിൽ. അവരുടെ ജോലി എന്താണ്? രോഗികളെ കാണും, തലയിൽ കൈവെക്കും, പടച്ചവൻ ആശ്വസിപ്പിക്കട്ടെ, പടച്ചവൻ ബുദ്ധിമുട്ട് മാറ്റട്ടെ, ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും മന്ത്രിക്കാൻ പറഞ്ഞാൽ മന്ത്രിച്ചു, അല്ലാതെ ആരെയും പിടിച്ച് നിർബന്ധിച്ച് മന്ത്രിക്കത്തില്ല. മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല, എല്ലാവരുടെ അടുത്തും പോകും. അവർ കയ്യിൽ അത് അടുത്ത ഭാഗത്ത് പറയുന്നതാണ് എങ്കിലും ഇപ്പോഴേ പറഞ്ഞേക്കാം, കയ്യിൽ കുറച്ച് ചായ കരുത്, കുറച്ച് ബിസ്ക്കറ്റ് അവർക്ക് ആളുകൾക്ക് കൊടുക്കും. ചിലർ വേണ്ടെന്ന് പറയും, നിർബന്ധിക്കുകയില്ല. ഇങ്ങനെ കറങ്ങി നടക്കും 10-20 പേർക്ക്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ടൊരു വർഗീയവാദി ഈ ആളുകളെ കണ്ടപ്പോൾ ആദ്യം ബഹളമുണ്ടാക്കി. ഡോക്ടർ വിളിച്ചിരുത്തി ക്ലാസ് എടുത്തു, ഹൈന്ദവ ഡോക്ടർ വിളിച്ചിരുത്തി ക്ലാസ് എടുത്തു. ഇവന്മാര് മദ്രസയിൽ പഠിക്കുന്ന പാവപ്പെട്ട പയ്യന്മാരാണ്, ആളുകളെ കണ്ട് ആശ്വസിപ്പിക്കാൻ വന്നവരാണ്. അവർ വന്നതിന്റെ പേരിൽ രോഗികൾക്ക് വമ്പിച്ച മാറ്റമുണ്ടായിട്ടുണ്ട്. ഇന്ന് ആ കൊടുക്കുന്ന ചായയുടെയും ബിസ്ക്കറ്റിന്റെയും പൈസയുടെ കൂട്ടത്തിൽ ഈ കടുത്ത വിരോധിയായിരുന്ന യുവാവിന്റെയും പൈസ ഈ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കിയാൽ അറിയാം കാര്യം. ജനങ്ങളിത് ആഗ്രഹിക്കുകയാണ്, സ്നേഹത്തെ കേഴുകയാണ്, ഒരിറ്റ് വെള്ളത്തെ. അതുകൊണ്ട് മൂന്നാമത്തെ, നമ്മൾ നല്ല വാക്കുകൾ പറയും. നല്ല വാക്ക്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രാകരുത്. നിങ്ങൾ നല്ല വാക്ക് പറയും. ഭർത്താവിനോട് ദേഷ്യം വരുന്നു, നല്ല വാക്ക് പറയും. മക്കളോട് ദേഷ്യം വരുന്നു, നല്ല വാക്ക് പറയും. ആൾക്കാരോട് ദേഷ്യം വരുന്നു, നല്ല വാക്കങ്ങ് പറയും. പടച്ചോനങ്ങ് അനുഗ്രഹിക്കും. മോശപ്പെട്ട വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പടച്ചവൻ സ്വീകരിക്കും. അങ്ങനെ നടക്കും. വളരെ പേടിക്കണം. അതുകൊണ്ട് നല്ല വാക്ക് നമ്മൾ പറയും. മൂന്നാമത്തെ സ്നേഹത്തിന്റെ പ്രകടനം. സ്നേഹത്തിന്റെ നാലാമത്തെ പ്രകടനം, കൈകാലുകൾ കൊണ്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കും. സാധനം എടുത്തു കൊടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരെ തലയിൽ കൈവയ്ക്കും. ആളുകളെ പുറമൊന്ന് തടകിക്കൊടുക്കും. കാലൊന്ന് തടയിക്കൊടുക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിൽ റമദാൻ മാസത്തിൽ അവിടെ ദിക്റും ദുആയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇടിയെല്ലാം കൊണ്ട് എങ്ങനെയും നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ചിത്രം കണ്ടു. മസ്ജിദിന്റെ ഏറ്റവും മുമ്പിൽ ഒരു പടുവൃദ്ധൻ, അദ്ദേഹം കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ക്ഷീണിതൻ, അഴുക്ക് പിടിച്ച് ഉടുപ്പ് കിടന്നുറങ്ങുന്നു. റമദാൻ മാസത്തിൽ അവിടെ വലിയ വിട്ടുവീഴ്ചയാണ്. കടുപ്പം കാണാൻ അദ്ദേഹം ഫ്രണ്ടിൽ കിടന്നുറങ്ങിയാണ്, ഒന്നാമത് സഫിൽ. നമ്മൾ വെറും നിസ്സാരമായി കാണുന്നൊരു നാട്ടിലെ ഒരു വ്യക്തി വന്ന് ആദ്യം അദ്ദേഹത്തിന് കാല് പതുക്കെ തടകി. അദ്ദേഹം ചാടി എഴുന്നേറ്റു. വേണ്ട മോനെ, വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, കാല് തടകി കൊടുത്തു. നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ ആശ്വാസം വന്നു. പിന്നെ തല തടകി, ശരീരമെല്ലാം തടകി. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഈ യുവാവിന് വേണ്ടി ദുആയിരക്കുന്നത് കാണുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നു, സഹായങ്ങൾ ചെയ്യുന്നു. ആളുകളുടെ വീടുകളിൽ പോയി സഹായിക്കുന്നു. ഈ സമുദായം കടന്നു വന്ന വഴിയാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിലുള്ള വിധവകളുടെയും സാധുക്കളുടെയും വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും ലിസ്റ്റ് എടുക്കുമായിരുന്നു.
എന്നാൽ അതിൽ ഒന്ന് രണ്ട് പേരുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ മറച്ചു വെച്ച് അതിന് മുമ്പിലും പിമ്പിലുമുള്ള പേരുകൾ മാത്രം വായിക്കുമായിരുന്നു. ഇന്ന വീട് ആര് നോക്കും, ഇന്ന വീട് ആര് നോക്കും, ഇടയ്ക്ക് കൈവച്ചിട്ട് ഇന്ന വീട് ആര് നോക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ സാധാരണ ഇരിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ കളി കണ്ടുപിടിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ആ കയ്യിന്റെ അടിയിൽ കുറച്ച് പേരുണ്ടല്ലോ, ഇല്ല അത് കുഴപ്പമില്ല, അത് വേറെ ശരിയായിക്കോളും, അതങ്ങ് വിട്ടേര്, ഇതാര് നോക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടുകൊണ്ടിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് എനിക്ക് വിവരം കിട്ടി, മദീനയിലെ ഒന്ന് രണ്ട് കുടുംബങ്ങളുണ്ട്, അവർ വലിയ പട്ടിണിയിലും പ്രയാസത്തിലുമാണ്, ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കണമെന്ന വിചാരത്തിൽ ഞാൻ അവിടേക്ക് രഹസ്യമായി രാവിലെ ചെന്നപ്പോൾ ഒരു അന്ധയായ സ്ത്രീയുടെ വീടാണ്. ആ വീടും പറമ്പുമെല്ലാം ആരോ തൂത്ത് വൃത്തിയാക്കിയിട്ട് പോയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഉമ്മ ആരാ വന്നത്? ആരോ ഒരു മനുഷ്യൻ വന്നു, വൃത്തിയാക്കിയിട്ട് പോയി, പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കുറച്ച് നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പ്രഭാതം വരെയും ആരും വന്നില്ല, പക്ഷെ വീടെല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. ഒരു ദിവസം രാത്രി മുഴുവനും ഉമർ റളിയല്ലാഹു അൻഹു ഇശാ കഴിഞ്ഞ് അവിടെ നിൽക്കുകയുണ്ടായി. നിന്നപ്പോഴാണിതാ പാതിരാവിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു. ആ വീട് മുഴുവനും തൂത്ത് വൃത്തിയാക്കുന്നു, തുടച്ച് വൃത്തിയാക്കുന്നു. വെള്ളമെല്ലാം കോരി ആ തള്ളയ്ക്ക് വേണ്ട വെള്ളമെല്ലാം വെച്ചുകൊടുക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ പതുക്കെ തന്റെ തട്ടം മുഖത്തേക്കിട്ട് മറച്ച് മനസ്സിലാകാത്ത നിലയിൽ പതുക്കെ പതുക്കെ വീട്ടിലോട്ട് നടന്നപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ കയറി പിടിച്ചു. താങ്കൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശബ്ദം മാറ്റിയിട്ട് പതുക്കെ പറഞ്ഞു, ആരുമല്ല, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇല്ല, ആരാണെന്ന് എനിക്കറിയണം. നിർബന്ധിച്ച് തുറന്നു നോക്കിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കൈമറച്ച് ഏതാനും പേരുകൾ പിടിച്ചപ്പോഴേ എനിക്ക് തോന്നി രഹസ്യമായ എന്തോ സേവനം നിങ്ങൾ ചെയ്യുകയാണെന്ന്. ഒരു പാരമ്പര്യമാണ് സഹോദരങ്ങളെ ഇത്. നമ്മളുടെ സുവർണ ഗതകാലഘട്ടത്തിന്റെ മന്ദസ്മിതം തൂകുന്ന ചിത്രങ്ങളാണിത്. ഈ നാടുകൾ നാടുകളായി തീർന്ന നാളുവഴികളാണിത്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്നേഹപ്രകടനത്തിന്റെ ഒന്നാം ഭാഗം ഉപദ്രവിക്കാതിരിക്കൽ, 2 മനസ്സുകൊണ്ട് സേവനം ചെയ്യൽ, 3 നാവ് കൊണ്ട് സേവനം ചെയ്യൽ, 4 കൈകാലുകൾ കൊണ്ട് സേവനം ചെയ്യൽ, 5 സമ്പത്ത് കൊണ്ട് സേവനം ചെയ്യൽ. അതിൽ പല ഭാഗങ്ങളുണ്ടെങ്കിലും അതൊന്നും പരാമർശിക്കുന്നില്ല. സക്കാത്തുണ്ട്, സദഖയുണ്ട്, സാമ്പത്തികമുണ്ട്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വളരെ ലളിതവും നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും പക്ഷെ നമ്മൾ ഇന്ന് ഉപേക്ഷിക്കുന്നതുമായ ഒരു കാര്യം മാത്രം പറയുകയാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഇമാം ഗസാലി പറയും റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ ജനങ്ങളോടുള്ള കടമകളെപ്പറ്റി വിശദമായി ഉപന്യസിക്കുന്നുണ്ട്. ഭയങ്കര ഉപന്യാസം. വായിക്കുന്ന നമ്മൾ പേടിച്ചു പോകും, ആകെ നാണിച്ചു പോകും. വലിയ വിവരണം. അതിൽ മഹാനവറുകൾ അവസാനമായി പറയുന്നു, പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിങ്ങളോട് വളരെ ചെറുതെങ്കിലും അമൂല്യമായ ഒരു ദാനം പറഞ്ഞുകൊണ്ട്, സാമ്പത്തിക ദാനം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കയ്യിൽ മിച്ചം വരുന്ന സാധന സാമഗ്രികൾ സാധുക്കളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. وَيَسْأَلُونَكَ مَاذَا يُنْفِقُونَ قُلِ الْعَفْوَ كَذَلِكَ يُبَيِّنُ اللَّهُ لَكُمُ الْآيَاتِ لَعَلَّكُمْ تَتَفَكَّرُونَ فِي الدُّنْيَا وَالْآخِرَةِ. അവർ താങ്കളോട് ചോദിക്കുന്നു, എന്താണ് ധർമ്മം ചെയ്യേണ്ടതെന്ന്. താങ്കൾ പറയിൽ മിച്ചം വരുന്നത്.
നമ്മളുടെ ഭാഷയിൽ ഒന്നും മിച്ചം വരികയില്ല. പക്ഷേ സഹോദരങ്ങളെ, അത്യാവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കിയുള്ളത് ആഹാരം കഴിച്ചു മിച്ചം വരുന്നത് മാന്യമായ നിലയിൽ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇന്നൊരു പൊതുവിൽ ഭാഷയുണ്ട്, ആർക്കും വിശപ്പൊന്നുമില്ല, പിന്നെ നമുക്ക് മാത്രമാണ് വിശപ്പ്. നല്ല വിശപ്പുണ്ട്. ജയിലുകളിലേക്ക് പോകിൻ, ആശുപത്രികളിലേക്ക് പോകിൻ. മാഷാ അല്ലാഹ്, ഇപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കുറച്ച് സേവനങ്ങൾ സജീവമായി തുടങ്ങിയിരിക്കുന്നു. എന്നാലും ഇനിയും ആവശ്യമുണ്ട്. റമദാൻ മാസത്തിൽ മസ്ജിദുകളിൽ വരുന്ന കഞ്ഞി അതിന്റെ മിച്ചം ശേഖരിച്ച് അള്ളാഹുവിന്റെ ഒരു ദാസൻ അവിടെ എത്തിച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, വെറും വെള്ളം മാത്രം കുടിച്ച് നോമ്പ് പിടിക്കുന്ന സ്ത്രീകളെ, ഭർത്താവിന് കൂട്ടിരിക്കുന്ന സ്ത്രീകളെ കാണുകയുണ്ടായി. അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. നമ്മൾ പറയുന്നു മിച്ചം ആഹാരം അത് കഴിക്കാൻ ആരുമില്ലെന്ന്. ശരിക്കും ആളുകളുണ്ട്. കല്യാണം നടത്തുന്നു, എന്താണെങ്കിലും കുറെ പൈസ പൊടിക്കും, കുറെ ആഹാരം വെക്കും. അതിൽ കുറച്ച് ആഹാരം സാധുക്കളായ ആളുകൾ കൊണ്ട് കൊടുക്കും. പറ്റുന്നില്ല, മിച്ചം വരുന്നത് മാന്യമായി ഉടനടി എത്തിക്കും. നമ്മൾ വസ്ത്രം ഉപയോഗിച്ചു, പടച്ചവന് പുതിയ വസ്ത്രം നൽകി, പഴയ വസ്ത്രം അത് വൃത്തിയാക്കി ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചു, നമ്മുടെ ആവശ്യങ്ങൾ പുതിയൊരു ചെരുപ്പ് അല്ലാഹു തന്നു, പഴയത് ആർക്കെങ്കിലും കൊടുക്കും. ഏതെങ്കിലും പള്ളിയിലെ മൂത്രപ്പുരയിൽ കൊണ്ടുപോയി ഇടിൽ. ചില പള്ളിയിലെ മൂത്രപ്പുരകൾ 28 വർഷം മുമ്പുള്ള ചെരുപ്പ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എഴുതി വെക്കും, 4 ചെരുപ്പിട്ട് ഇവിടെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അത് ഇട്ടോളും. അത് ഇട്ട് കഴിഞ്ഞാൽ കാലിന് അസുഖം വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചെരുപ്പിടുന്നെങ്കിൽ വർഷത്തിൽ ചെരുപ്പ് മാറ്റിൽ വൃത്തിയാക്കി വെക്കൽ. അല്ലെങ്കിൽ ആളുകൾക്ക് ചെരുപ്പിട്ട് തന്നെ പോകാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കും. ചുരുക്കത്തിൽ സഹോദരങ്ങൾ, ഇങ്ങനെ മിച്ചം വരുന്നത്, ബാഗ് മിച്ചം വന്നു, ഏതെങ്കിലും സാധുക്കൾക്ക് കൊടുക്കുന്നു. എന്റെ ഒരു സഹോദരൻ ബാഗ് അള്ളാഹുവിന്റെ ഒരു ദാസനായ ആലിമിന് കൊടുക്കുകയുണ്ടായി. 1 വർഷം മുഴുവനും ദീനിന്റെ മാർഗത്തിൽ അദ്ദേഹം യാത്ര ചെയ്തു, ഈ ബാഗുമായിട്ട് യാത്ര ചെയ്തു. അതുകൊണ്ട് മിച്ചം വരുന്നത് നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഹൈദരാബാദിൽ ഒരു വമ്പിച്ച സേവനം നടക്കുന്നു. അള്ളാഹു ആഗ്രഹം നൽകിയ, കഴിവ് നൽകിയ ആളുകൾ ഈ വഴിയിലേക്ക് വരാൻ പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. 3 ആളുകൾ, കൂടുതൽ ആളുകളില്ല, 3 പേര് മിച്ച ഭക്ഷണത്തിന്റെ വിതരണത്തിന്റെ ഒരു സംഘടന രൂപീകരിച്ചു. 3 പേര്. ഒരാളുടെ നമ്പർ നാട് മുഴുവൻ എത്തിച്ചു കൊടുത്തു. നിങ്ങളുടെ വീട്ടിൽ മിച്ചമായ പരിപാടികൾ, മിച്ചമായ ആഹാരമുണ്ടെങ്കിൽ നേരത്തെ എന്നെ അറിയിക്കണം, ഞാൻ വന്ന് മേടിച്ചുകൊള്ളാം. ആളുകൾ അറിയിക്കും, സ്കൂട്ടറിൽ പോകും, ചിലപ്പോൾ കാറിൽ പോകും, സാധനം എടുത്തുകൊണ്ട് വരും. രണ്ടാമൻ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് വരുന്ന മിച്ചം വരുന്ന ആഹാരം അത് വൃത്തിയാക്കി പാക്കറ്റിലാക്കി തയ്യാറാക്കും. ചീത്തയായെങ്കിൽ അത് മാറ്റിവെക്കും, അല്ലാത്തത് വൃത്തിയാക്കി തയ്യാറാക്കും. 3ാമത്തെ ഒരാള്, അദ്ദേഹം ഫോണുമായി നിരന്തരം ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഹാരം ആവശ്യമുണ്ടെങ്കിൽ വളരെ മാന്യമായ നിലയിൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. ആളുകൾ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും, അദ്ദേഹം നമ്പർ നോട്ട് ചെയ്യും. ആഹാരം അവിടെ നിന്നെത്തി, ഇവിടെ നിന്ന് തയ്യാറാക്കി ഇദ്ദേഹം എടുത്ത് പായുന്നു. കേരളത്തിൽ വന്ന് അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന പണ്ഡിതൻ പറയുകയുണ്ടായി, ഒരു ദിവസം കുറഞ്ഞത് 1000 പേര്, ചില ദിവസങ്ങളിൽ 5000 പേര് ഈ ആഹാരം കഴിക്കുന്നുണ്ട്. ഒരു ഹൈന്ദവ സഹോദരൻ പറയുകയുണ്ടായി, എന്റെ ജീവിതം മുഴുവനും നടക്കുന്നത് ഒരു മസ്ജിദിന്റെ തണലിലാണ്. നമ്മുടെ ഭാരതത്തിലെ കാര്യമാണ്. ഉസ്താദ് കഴിക്കുന്ന ആഹാരത്തിന് മിച്ചം എനിക്ക് വെച്ചു തരും, ഏറ്റവും രുചികരമായിട്ട് ഞാൻ ആഹാരം കഴിക്കും, എന്റെ ജീവിതം അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, കൂടിയിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ നമുക്ക് വരും. മിച്ചം ആഹാരം പാഴാക്കരുത്, വലിയ കഷ്ടമാണ്. ഒരു ദിവസം രാത്രി 9-9:30 മണിക്ക് എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു, ഇതുപോലെ കുറച്ച് നല്ല ബിരിയാണിയുണ്ട്, മദ്രസയിലുള്ള പാവത്തുങ്ങളായ കുട്ടികൾ കഴിക്കട്ടെന്ന് വിചാരിച്ച് എന്റെ കൂട്ടുകാരായ ഉസ്താദന്മാര് ബഹളമുണ്ടാക്കിയിട്ടും
ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ പറഞ്ഞു കൊണ്ടുവരരുത്, ചുമ്മാതെ വെറുതെ പറയുന്നതാണ്, ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, കൊണ്ടുവരും. അവർ എറണാകുളത്ത് നിന്നും പാറി പറന്ന് ഇവിടെ എത്തുകയുണ്ടായി. സഹോദരങ്ങളെ തുറന്നപ്പോൾ ഏറ്റവും കൂടിയ ബിരിയാണി, ബസുമതി അരി, ഒന്നാം തരം ഇറച്ചി എല്ലാം പാഴായി. ഞാനും എന്റെ ഭാര്യയും കരഞ്ഞുകൊണ്ട് കുഴിയെടുത്ത് കുഴിച്ചിടുകയുണ്ടായി. എത്രയോ സാധനങ്ങളാണ് നമ്മൾ പാഴാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് പാഴാക്കാതെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങൾ, ഇതാണ് സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ 5ാം ഭാഗം. ഈ 5 രീതി നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചു നോക്കി, പടച്ചവന്റെ അനുഗ്രഹത്താൽ അവസ്ഥകളിൽ പതുക്കെ പതുക്കെ മാറ്റം വരും. ഇന്നൊരു പൊതു രീതിയാണ്, അവര് മാറിയിട്ട് നമ്മൾ മാറട്ടെ. ഇല്ല, നമ്മൾ മാറുന്നവർ മാറട്ടെ. പൊതുവിലൊരു ചോദ്യമുണ്ട്, ഇത്ര ജനങ്ങൾക്കിടയിൽ ഞാൻ ഒരാള് നന്നായിട്ട് എന്താ കാര്യം? സഹോദരങ്ങളെ മനസ്സിലാക്കണം, സുഗന്ധം അത് പരിസരത്ത് പരിമളം പരത്തും. ഒന്നുകിൽ ആളുകൾ ആ സുഗന്ധം ഏറ്റെടുക്കും, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അത് പരിമളമായി നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ മുഴുവൻ മഹാന്മാരുടെയും സന്ദേശം. പടച്ചവനെ സ്നേഹിക്കൻ, ആ സ്നേഹം ഇബാദത്തുകളിലൂടെ പ്രകടമാക്കൻ. പ്രവാചകനെ സ്നേഹിക്കൻ, സുന്നത്തുകളിലൂടെ പ്രകടമാക്കൻ. മുഴുവൻ സൃഷ്ടികളെയും മനുഷ്യരെയും സ്നേഹിക്കൻ, ഈ 5 രീതിയിലൂടെ പ്രകടമാക്കൻ. എന്നാൽ എന്ത് കിട്ടും? നമ്മൾ പടച്ചവന്റെ ഇഷ്ടദാസന്മാരായി തീരും. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവർക്ക് യാതൊരു ഭയവുമില്ല, യാതൊരു വ്യസനവുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ പടച്ചവനിൽ വിശ്വസിച്ചവരാണ്, പടച്ചവനോട് ഭയഭക്തി പുലർത്തുന്നവരാണ്. ആ ഭയഭക്തി 3 രീതിയിൽ. പടച്ചവനോട് സ്നേഹമാണ്, പ്രവാചകനോട് സ്നേഹമാണ്, ജനങ്ങളോട് സ്നേഹമാണ്. ഒരു കാര്യം കൂടി ഇടയ്ക്ക് മനസ്സിലാക്കൽ, ഇന്നത്തെ വലിയൊരു തെറ്റിദ്ധാരണയാണ്, ഈ 3 സ്നേഹത്തെ ചിലർ പരസ്പര വിരുദ്ധമാക്കാറുണ്ട്. എനിക്ക് പടച്ചവനോട് ഭയങ്കര സ്നേഹമാണ്, പടപ്പുകളോട് ഒടുക്കത്തെ വഴക്ക്. നിങ്ങൾക്ക് സ്നേഹമില്ല, വെറുതെ പറയുന്നതാ. പ്രവാചകനോട് വലിയ സ്നേഹമാണ്, ജനങ്ങളുമായ വഴക്ക്. ഇല്ല, നിങ്ങളുടെ സ്നേഹം ശരിയായിട്ടില്ല. തിരിച്ചും ചിലരുണ്ടായിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളുമായി വലിയ സ്നേഹം വേണം, പടച്ചവനും വേണ്ട, പ്രവാചകനും വേണ്ട. ഇതും വ്യാജമാണ്. ഇസ്ലാം സന്തുലിതമാണ്. മഹാന്മാർ സന്തുലിതത്വമുള്ളവരാണ്, മുഴുവൻ നന്മകളെയും ഉൾക്കൊണ്ടവരാണ്. പടച്ചവനോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള സ്നേഹത്തിന് വിരുദ്ധമല്ല. പ്രവാചകനോടുള്ള സ്നേഹം പടപ്പുകളോടുള്ള സ്നേഹത്തിന് വിരുദ്ധമല്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് പ്രവാചകനോടും പടപ്പുകളോടുമുള്ള സ്നേഹം. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് പടച്ചവനോടും പടപ്പുകളോടുമുള്ള സ്നേഹം. പടപ്പുകളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് പടച്ചവനോടും പ്രവാചകനോടുമുള്ള സ്നേഹം. ആകയാൽ സഹോദരങ്ങളെ, ഈ 3 സ്നേഹങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ് ഇത്തരം സരസ്സുകളിൽ നമ്മൾ ഇരിക്കുന്നത്. ഒരു മഹാന്റെ പേരിൽ കുറെ പൈസ മുടക്കുന്നു, കുറെ വിളക്ക് കത്തിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. എന്താണ് മഹാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരുടെ മാർഗം സ്വീകരിക്കുന്നതിന് നഷ്ടമാണ്. മഹാന്മാരായതെല്ലാം അവർ മഹാന്മാരാണെങ്കിൽ പടച്ചവനോട് വല്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു, പ്രവാചകനോട് വല്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു, പടപ്പുകളോട് വല്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു. ആകയാൽ സഹോദരങ്ങളെ, അടുത്ത ഈ സരസ്സുകളിൽ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രഭാഷണം നടത്തുന്നു. എന്നോട് പ്രസിഡന്റ് പറയുകയുണ്ടായി, വളരെ വിദൂരത്ത് നിന്നും ആലിമീങ്ങൾ വരുന്നുണ്ട്. സഹോദരങ്ങളെ, നാം ഈ പരിപാടിയിൽ പങ്കെടുക്കൻ, വളരെ താൽപര്യത്തിൽ ഇരിക്കൻ, അമുസ്ലിം സഹോദരങ്ങളെയും വിളിച്ചുകൊണ്ടുവരും.
ഈ മതപ്രസംഗമെല്ലാം ഇങ്ങനെ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആളുകളെ കൂടുതലായി പങ്കെടുപ്പിക്കാനാണ്. സ്ത്രീജനങ്ങളെ കൂടുതലായിട്ട് കൊണ്ടുവരും, മറ്റ് ജനങ്ങളെ അധികമായി കൊണ്ടുവരും, മുഴുവൻ ആളുകളെയും വിളിച്ചിരുത്തിൻ, ഇടയ്ക്ക് എന്തെങ്കിലും ചായയും കടിയുമെല്ലാം കൊടുക്കിൻ, ശാന്തമായി സംസാരങ്ങൾ കേൾക്കിൻ, വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ സൗകര്യം പോലെ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവാരണം വരുത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ഈ പരിപാടിയെ കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇതിന്റെ സംഘാടകർക്ക് ഉന്നതമായ കൂലി നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട അഷ്റഫ് ഹാജിയാരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അനാരോഗ്യത്തിലാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വലിയ നിർബന്ധം കൊണ്ടാണ് എനിക്കിങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യമുണ്ടായത്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹം നമ്മളോട് സ്വകാര്യ ദുഃഖവും മറ്റും പ്രകടിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് പക്ഷം പിടിക്കുക അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രശ്നത്തിൽ കൈയിടുകയും ചെയ്യുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ട സമുദായമേ, നമ്മൾ ഐക്യപ്പെടണം. എവിടെയെങ്കിലും ഒരു കേസ് കൊടുത്ത് കൊടുക്കുക എന്നുള്ളത് ഇന്ന് അല്പത്തരത്തിന്റെ അടയാളമാണ്. കാര്യങ്ങൾ നടക്കട്ടെ, മുമ്പോട്ട് പോകട്ടെ, സമുദായം നന്നാകട്ടെ എന്നല്ല എന്റെ സ്വന്തം കാര്യം പറയുക. മുസ്ലിം അമുസ്ലിം വഴക്കിനോട് പോലും താല്പര്യമില്ല, വെറുപ്പാണ്. സത്യം പറയും, ഇപ്പൊ ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്ന പ്രശ്നത്തിൽ അങ്ങേറ്റം വിഷമത്തിലാണ്. ആരെങ്കിലും പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് കണ്ടാൽ എനിക്ക് വെറുപ്പ് വരും, ദേഷ്യം വരും. അവരങ്ങനെയാണ്, ഇവരങ്ങനെയാണ്. തീ കത്തുന്ന സമയത്ത് ആരാണ് കത്തിക്കൽ ആരംഭിച്ചതെന്ന് ചോദിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ്. വീട്ടിൽ തീ പിടിച്ചിരിക്കുന്ന ഉടനെ വാപ്പ കോലായിൽ നിന്ന് പറയുകയാണ് മൂത്ത മോനായിരിക്കും വീടി വലിക്കുന്നത് കാണുകയുണ്ടായി. മൂത്തയാള് പറഞ്ഞു വാപ്പ നേരത്തെ ബാക്കിൽ ആ രീതിയിൽ നടക്കുന്നത് കാണുകയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഗവേഷണം നടത്തേണ്ട സമയമല്ല, തീപിടി ഏൽക്കുന്നതായ സമയം. അതുപോലെ രണ്ടാമതായി പറയട്ടെ, സമുദായത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സമയം. എത്രയോ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നു, കണ്ണായ സ്ഥലങ്ങൾ. അവിടെ നല്ല ബിൽഡിംഗ് വരൽ, ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകൽ, അത് ഏതെങ്കിലും വ്യക്തിയുടെ ഗുണമല്ല. ആ സമയത്ത് നമ്മൾ അവന്റെ ഇവന്റെ കുറ്റമല്ല പറയേണ്ടത്. ഞാൻ തുറന്നു പറയുന്നു, വല്ലവന് കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം അവന്റെ തലയിൽ കിടക്കും. പക്ഷെ കാര്യം നടക്കട്ടെ, കാര്യം മുമ്പോട്ട് നീങ്ങട്ടെ. ലക്നൌവിൽ അടുത്ത് പോകുകയുണ്ടായി. ഒരു വലിയ കാഴ്ച, അൽഹംദുലില്ലാഹ് പണ്ട് കണ്ടതാണ്, ഇപ്പൊ അതിന്റെ വികാസം കാണുകയുണ്ടായി. സഹകരണത്തിന്റെ വലിയ ഗുണം ഇന്ന് ഇന്ത്യ മുഴുവനും വേദനിക്കാൻ കാരണമായ ബാബരി മസ്ജിദിന്റെ അരികിൽ, അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ദൂരത്ത് ബാരാബക്കി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കാടിന്റെ ഉൾപ്രദേശത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്ത ചിലർ ഒരു വലിയ മസ്ജിദ് കണ്ടുപിടിക്കുകയുണ്ടായി. ആ മസ്ജിദിന്റെ പരിസരത്തുള്ള ആളുകളെല്ലാവരും നാടുവിട്ടു പോയിരുന്നു. ബാക്കി അവിടെ അമുസ്ലിം സഹോദരങ്ങൾ കഴിഞ്ഞിരുന്നു. അവര് ഭാഗ്യവശാൽ ആശുപത്രിയായിട്ടാണ് മസ്ജിദ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ ആ മസ്ജിദിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആശുപത്രിയായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അവിടെ പെണ്ണുങ്ങളുടെ പ്രസവം നടക്കുമായിരുന്നു. അവര് അടുത്ത പട്ടണത്തിലെ ഒരു നല്ല പണ്ഡിതനെ വന്ന് കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം കുറച്ച് കൂട്ടുകാരെയും കൂട്ടി അവിടെ പോയി. അവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങളോട് സ്നേഹത്തിലും ആദരവിലും കാര്യം പറഞ്ഞു. നിങ്ങൾ ഇവിടെയുള്ള വേറെ സ്ഥലങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളു, പക്ഷെ ഇത് മസ്ജിദാണ്, വിട്ടുതരണം. അവർ അൽഹംദുലില്ലാഹ് വിട്ടുകൊടുത്തു. നമ്മുടെ ഈ രാജ്യത്തിന്റെ മണ്ണ് മനസ്സിലാക്കണം. വർഗീയതയും ബഹളവും ഈ രാജ്യത്തിന്റെ മണ്ണല്ല, വേറെ സ്ഥലത്ത് ഇറക്കുമതി ചെയ്യപ്പെട്ടതാണ്, ഗൂഢാലോചനയാണ്. ഇന്ത്യയുടെ മണ്ണ് വളരെ വിശുദ്ധമാണ്. പെട്ടെന്ന് അവർ മാറി. ഞാനവിടെ വലിയ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്. 200 മുത്തഅല്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ദ് ഓതിക്കൊണ്ടിരിക്കുന്നു. 200 മുത്തഅല്ലിമീങ്ങൾ, വലിയ വിശാലമായ മസ്ജിദ്. അന്ന് കണ്ട കാഴ്ചയാണ്, വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചയാണ്. അവിടെ സമുദായത്തിൽപ്പെട്ട ഡോക്ടർ വരുന്നു, സമുദായത്തിൽ നിന്ന് കുറെ ആളുകൾ മരുന്ന് കൊടുക്കുന്നു, അതുമായിട്ട് വരുന്നു. മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് എല്ലാവർക്കും ക്യാമ്പ് നടത്തി മരുന്നുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കിടയിൽ നടക്കാൻ പറ്റും 5 പൈസ ചെലവില്ലാതെ. പക്ഷെ സങ്കടം, ചില സമയത്ത് സംഘടനാ വഴക്കുകളും അതുപോലെ കമ്മിറ്റിയുടെ പ്രശ്നങ്ങൾ കാരണം ഒന്നും നടക്കാൻ കഴിയാതെ വരുന്നു. ഇവിടെ അമുസ്ലിമീങ്ങൾ നടത്തി ശരിക്കും പാഠം പഠിക്കേണ്ടതാണ്. അവർ നടത്തിച്ച ഫലമെന്താണ്? അവർക്കതിന്റെ ഗുണമുണ്ടായി. അവർക്കതിന്റെ ഗുണം, അവരുടെ രോഗികൾ പറയുന്നത് നേരിട്ട് കണ്ടു. രോഗികൾ വരുന്നു, അവര് വന്ന് മരുന്നുകൾ മേടിക്കുന്നു, വളരെ സ്നേഹത്തിൽ പോകുന്നു. അടുത്ത് ചെന്നപ്പോൾ 40 ഏക്കർ
അതോ 400 എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇത്രയും ഏക്കർ അള്ളാഹുവിന്റെ അടിമ ദാനം ചെയ്ത സ്ഥലമായിരുന്നു അത്. അവിടെ ഇപ്പോൾ ജഹാംഗീറാബാദ് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിന്റെ വലിയ സൗധം വന്നു കഴിഞ്ഞു. മാഷാ അല്ലാഹ് ചോദിച്ചും പറഞ്ഞു, ഇവിടെയുള്ള നാട്ടുകാരായ ഹൈന്ദവർ അവരുടെ സഹകരണത്തോടെ വേറെ നാട്ടുകാരായ ആളുകൾ ചെയ്ത വലിയ പരിപാടിയാണ്. ജഹാംഗീറാബാദ് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിന്റെ വലിയ കെട്ടിടം. നാട്ടിൽ മുഴുവനും വിദ്യാഭ്യാസം, ജനങ്ങളെല്ലാവരും പഠിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ സഹകരിക്കും. ഞാനതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു മഹാന്റെ സ്മരണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയാണ്. ഞാൻ വളരെ വിനയത്തിൽ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ മുൻനിർത്തി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ പരസ്പരം മാപ്പാക്കും, പ്രശ്നങ്ങൾ തീർക്കും. ഈ തെരഞ്ഞെടുപ്പെല്ലാം താൽക്കാലികമാണ്. പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളുടെ ഭാവിയെ ഓർത്തുകൊണ്ട്, നാളെ ഓർത്തുകൊണ്ട് നമ്മൾ സഹകരിക്കും. ഇവിടെ എത്രയും പെട്ടെന്ന് ആ കെട്ടിടം വരട്ടെ, എന്റെ വലിയ ആഗ്രഹമാണ്. ഇങ്ങനെ ഒരു മസ്ജിദ് തന്നെ അടുത്താണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഈ മസ്ജിദ് കണ്ടില്ല, വലിയ ഈ ബോർഡ് കണ്ട് അടുത്താണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പള്ളിയുണ്ടോ? നെടുമങ്ങാട് അപ്പുറത്ത് പള്ളിയുണ്ടെന്നറിയാം. ഉടനെ എന്റെ കൂട്ടുകാരൻ പറഞ്ഞ് പള്ളിയുണ്ട്, 1-ാം നില സ്ഥലവുമുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് അടുത്തുള്ള സ്ഥലം ഇതിങ്ങനെ പാഴായി കിടക്കേണ്ട സ്ഥലമൊന്നുമല്ല. ഇവിടെ നല്ല കെട്ടിടങ്ങൾ വരണം, നല്ല കോംപ്ലക്സുകൾ വരണം. മുസ്ലിമീങ്ങൾക്ക് അമുസ്ലിമീങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടണം, നാട്ടുകാർക്കെല്ലാം പാഠമുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലൂടെ ഈ 3 സന്ദേശം പകർന്നു കൊടുക്കണം. ഇബാദല്ലാഹ് ഇത്തഖില്ലാഹ്, പടച്ചവന്റെ അടിമേ, പടച്ചവനെ പേടിക്കുന്നു. ഉമ്മത്തു റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായമേ, സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു. ഇബാദല്ലാഹ്, പടച്ചവന്റെ അടിമകളെ, നിങ്ങൾ അടിമകളെ സ്നേഹിക്കുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം ഓതി വെച്ച ആയത്തിൽ നിന്ന് വിഷയം പതുക്കെ തെന്നിപ്പോ അതും കൂടി ഓതിക്കൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ച ജുമഅയുടെയും അവസാനത്തിൽ ഇമാം ഓതുന്ന ആയത്ത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. സൂറത്ത് നഹ്ൽ 60-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, പടച്ചതമ്പുരാൻ എല്ലാവരോടും നീതി കാണിക്കാൻ കൽപ്പിക്കുന്നു. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരോടുമുള്ള കടമകൾ പാലിക്കാൻ. വൽ ഇഹ്സാൻ, അവകാശത്തെക്കാളും കൂടുതൽ നൽകിക്കൊണ്ട് പരോപകാരങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബാ, ബന്ധുക്കൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനും കൽപ്പിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ, വികാരവുമായി ബന്ധപ്പെട്ട മ്ലേച്ഛതകളെ തൊട്ടും പടച്ചവൻ തടയുന്നു. വൽ മുൻകർ, പൈശാചികമായ പാപങ്ങളെ തൊട്ടും തടയുന്നു. വൽ ബഗി, കോപത്തിന്റെ പരിണിതമായ ഉൽപ്പന്നമായ അക്രമത്തിൽ നിന്നും പടച്ചവൻ നിങ്ങളെ തടയുന്നു. 3 കൽപ്പന, 3 നിരോധനം. അവസാനം പറയുന്നു, യഇദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉണരുന്നതിന് വേണ്ടിയാണ് പടച്ചവൻ നിങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ നൽകുന്നത്. കുഴിയിൽ വീഴുന്നതിന് മുമ്പ് വണ്ടി നേരെ ഓടിക്കുന്നതിന് വേണ്ടിയാണ് നിർദ്ദേശം. അപകടത്തിൽ പെടുന്നതിന് മുമ്പ് യാത്ര സുരക്ഷിതമാക്കാനാണ് നിർദ്ദേശം. അതുപോലെ നിങ്ങളുടെ ജീവിതം അപകടത്തിൽ പോയി കൂപ്പുകുത്തുന്നതിന് മുമ്പ് രക്ഷയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവൻ ഈ കൽപ്പനകൾ നൽകുന്നത്. ഇത് പാലിച്ചാൽ എന്ത് കിട്ടും? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ലോകത്തും സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്. വഫിൽ ആഖിറ,
ഖബറിൽ, മഹ്ശറയിൽ, സ്വർഗത്തിൽ എന്നുമെന്നും സന്തോഷമുണ്ട്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, ഇത് പടച്ചവന്റെ ഉറച്ച തീരുമാനമാണ്. ഇതിൽ യാതൊരു മാറ്റവുമില്ല. തെളിവ് കാണണമോ? ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നബിമാരിലേക്ക് നോക്കി. ഔലിയാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ സയ്യിദുന അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ശൈഖ് മുഹമ്മദ് സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി, ഈ മുഴുവൻ മഹാന്മാരോടും ചോദിച്ചു നോക്കിൻ. അവർ പറയും, ജീവിതം വലിയ വിജയമായിരുന്നു, ദുനിയാവും വലിയ സന്തോഷമായിരുന്നു, ആഖിറത്തിലും ഞങ്ങൾ വലിയ വിജയത്തിലാണ്. ذَلِكَ هُوَ الْفَوْزُ الْعَظِيمُ, ഇത് തന്നെയാണ് വമ്പിച്ച വിജയം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം എല്ലാവരും വളരെ കാര്യമായ നിലയിൽ നന്മകളുമായി ബന്ധപ്പെടൻ, പടച്ചവനെ സ്നേഹിക്കിൻ, റസൂലിനെ സ്നേഹിക്കിൻ, മനുഷ്യരെ സ്നേഹിക്കിൻ. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പരിശ്രമിച്ചവർ എല്ലാവർക്കും അള്ളാഹു വണ്ണമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇങ്ങനെ അവസരം നൽകിയതിലും ഇതിന്റെ സംഘാടകർ എല്ലാവർക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفد نرجو رحمتك ونخشى عذابك. اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا شر ما قضيت. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിനെ നീ കബൂലാക്കണേ. അല്ലാഹുവേ, ഇതിനെ സംഘടിപ്പിച്ചവർ, ഇതിൽ പങ്കെടുക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, വിശിഷ്യ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ യാത്രകൾ എളുപ്പമാക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നല്ല നിലയിൽ പറയുന്നതിന് നീ തൗഫീഖ് കൊടുക്കണേ. അല്ലാഹുവേ, നല്ല നിലയിൽ കേൾക്കുന്നതിനും തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ഈ വിശാലമായ സൗകര്യത്തെ ഈ പ്രദേശത്തുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ ഭാഗ്യം കൊടുക്കണേ. അല്ലാഹുവേ, റഹ്മാനെ, നിന്നോട് ഞങ്ങൾക്ക് സ്നേഹം താ. അല്ലാഹുവേ, റഹ്മാനെ, നിന്നോട് ഞങ്ങൾക്ക് സ്നേഹം താ. അല്ലാഹുവേ, യാ അല്ലാഹ്, നിന്നോട് ഞങ്ങൾക്ക് സ്നേഹം താ. അല്ലാഹുവേ, ഭയഭക്തിയുള്ള നമസ്കാരം തരണേ. അല്ലാഹുവേ, സക്കാത്തുമായി ബന്ധം തരണേ. അല്ലാഹുവേ, പല റമദാനുകൾ ജീവിച്ചിരിക്കാനും നോമ്പ് പിടിക്കാനും തറാവീഹ് നമസ്കരിക്കാനും ഭാഗ്യം താ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഹറമുകളുമായി ഞങ്ങൾക്ക് നീ ബന്ധം തരണേ. അല്ലാഹുവേ, ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് തൗഫീഖ് തരണേ. അല്ലാഹുവേ, ദിക്ർ അധികരിപ്പിക്കാൻ ഭാഗ്യം താ. അല്ലാഹുവേ, ദുആ അധികരിപ്പിക്കാൻ തൗഫീഖ് താ. അല്ലാഹുവേ, നിന്റെ കലാം അധികമായി ഓതിക്കൊണ്ടിരിക്കാൻ, കേട്ടുകൊണ്ടിരിക്കാൻ ഭാഗ്യം താ. അല്ലാഹുവേ, യാ അല്ലാഹ്, നിന്റെ ഹബീബിനോട് സ്നേഹം താ. അല്ലാഹുവേ, തങ്ങളോട് ബഹുമാനം താ. അല്ലാഹുവേ, മുഴുവൻ നബിമാരോടും നീ ബഹുമാനം തരണേ. അല്ലാഹുവേ, മുഴുവൻ സഹാബാക്കൾ ഔലിയാക്കളോട് നീ ബഹുമാനം തരണേ. അല്ലാഹുവേ, അദബുകേടിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ, യാ അല്ലാഹ്, മര്യാദകേടിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ, പൊരുത്തക്കേടിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ, യാ അല്ലാഹ്, മുഴുവൻ മഹാന്മാരെ നീ അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, യാ അല്ലാഹ്, പ്രത്യേകിച്ചും ഇവിടെ അടങ്ങിയിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി നീ അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, യാ അല്ലാഹ്, ഞങ്ങളുടെ പരമ്പരയിൽപ്പെട്ട മുഴുവൻ മഹാന്മാരെയും അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഇൽമിന്റെ തസ്കിയത്തിന്റെ പരമ്പരയിലെ മുഴുവൻ മഹാന്മാരെയും അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, പ്രത്യേകിച്ചും ഈ പ്രദേശത്തിനും കൂടി അനുഗ്രഹമായിരുന്ന മഹാനായ മൂസ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു നിന്നിലേക്ക് യാത്രയായിരിക്കുന്നു. അല്ലാഹുവേ, യാ അല്ലാഹ്, ഉസ്താദിനെ നീ വാരിക്കോരി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, യാ അല്ലാഹ്, വാരിക്കോരി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, എല്ലാ ഉസ്താദുമാരെയും നീ അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, യാ അല്ലാഹ്, വിശിഷ്യ അതിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത്, തങ്ങളുടെ മുറാഫഖത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന നിലയിൽ തങ്ങളുമായി ബന്ധം തരണേ. അല്ലാഹുവേ, യാ അല്ലാഹ്, സുന്നത്തുകൾ പാലിക്കാൻ തൗഫീഖ് താ. അല്ലാഹുവേ, ഓരോ സുന്നത്തുകളെയും നിന്റെ ഹബീബിന്റെ സുന്നത്തുകളാണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് താ. അല്ലാഹുവേ, യാ അല്ലാഹ്, പടച്ചവനെ, പടപ്പുകളോട് സ്നേഹം താ. അല്ലാഹുവേ, മുഴുവൻ മനുഷ്യരോട് സ്നേഹം താ. അല്ലാഹുവേ, നിന്റെ അടിമകളാണ്, നിന്റെ ഹബീബിന്റെ ഉമ്മത്തികളാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള വിശ്വാസം തരണേ. അല്ലാഹുവേ,
യാ അല്ലാ, ആരെയും ഉപദ്രവിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. മനസ്സുകൊണ്ട്, നാവ് കൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് സേവനം ചെയ്യാൻ തൗഫീഖ് താ അല്ലാഹുവേ. റഹ്മാനെ, ഈ 3 സ്നേഹത്തിന്റെ കേന്ദ്രമായി, ചാലക കേന്ദ്രമായി ഈ മഹല്ലിനെ, ഈ ജമാഅത്തിനെ നീ കബൂലാക്കണേ അല്ലാഹുവേ. യാ അല്ലാ, ഇതിന്റെ മാതൃകകൾ കണ്ട് മറ്റ് സ്ഥലങ്ങളിലും അനുകരിക്കുന്ന അവസ്ഥ നീ ഇടവരുത്തണേ അല്ലാഹുവേ. എല്ലാ ഖൈറുകളും തരണേ അല്ലാഹുവേ. എല്ലാ ശർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.